UDF-ന്റെ ഭരണസമിതിയാണെങ്കിലും അപ്പുറത്ത് LDF സർക്കാർ ആണെങ്കിലും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സർക്കാരിനെ സമീപിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതൊരു നല്ലൊരു മെസ്സേജാണ് നമ്മൾ കൊടുത്തത്. ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചത് KSRTC അന്നത്തെ ഒരു വിവാദ സമയത്താണ്. ഞങ്ങളിത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് പോയത്. അന്നത്തെ വിവാദ വിഷയത്തിന്റെ സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുകയും അദ്ദേഹം അത് പരിയാപുരത്തും മലമ്പൂരിലേക്ക് റൂട്ട് പഠിക്കാൻ അദ്ദേഹം ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന് മുന്നിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF വീണ്ടും ഇവിടെ അധികാരത്തിൽ വന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആ പ്രചാരണ സമയത്ത് അന്നത്തെ വൈസ് പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ഷബീർ കർമുക്കിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ചാനൽ 10-നോട്. വീണ്ടും UDF അധികാരത്തിലെത്തിയാൽ ഒരു വലിയ സ്വപ്ന പദ്ധതിയുണ്ട്, അത് നടപ്പാക്കിയിരിക്കും. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെയൊക്കെ കണ്ടു. അവർ ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ നിവേദനം കൊടുക്കാനാണ്. അപ്പോ ചില പൊതുജനാഭിപ്രായം എടുത്തപ്പോൾ അവർ പറഞ്ഞത് തിരുവനന്തപുരത്തൊക്കെ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായതായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ സ്വപ്ന പദ്ധതി എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഷബീർ കർമുക്കിൽ പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചറിയേണ്ടി വരും. എന്താണ് സ്വപ്ന പദ്ധതി എന്നും അതെന്ന് നടപ്പാക്കുമെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് നമുക്കറിയാം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഷബീർ കർമുക്കിലിനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. മാസ്ക് ഒക്കെ പഴയ കോവിഡ് കാലത്തൊക്കെ ഉള്ളതാണ്. മാസ്ക് ആളുകളൊക്കെ ചിലരൊക്കെ വെക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ചാനൽ 10-നോട് തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് UDF വീണ്ടും അധികാരത്തിൽ എത്തിയാൽ വലിയൊരു സ്വപ്ന പദ്ധതിയുണ്ട്, ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യം നടത്താനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ആ സ്വപ്ന പദ്ധതി എന്താണെന്ന് അറിയാൻ നാട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടാകും. അത് എങ്ങനെ പൂർത്തീകരിക്കും, എന്ന് പൂർത്തീകരിക്കുമെന്നറിയാനും നാട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടാകും. കൂടാതെ കഴിഞ്ഞ ദിവസം മന്ത്രിമാരെയൊക്കെ പോയി കണ്ട് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ വേണ്ടി പോയായിരുന്നു. അപ്പൊ പൊതുജനങ്ങളോട് ചോദിച്ചപ്പോൾ അവര് ഇങ്ങനെ പറഞ്ഞത്, ഏതായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രസിഡന്റും അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തീരുമാനം തെറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളെടുത്ത തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതൊക്കെ രാഷ്ട്രീയമാണ്, ചിലപ്പോൾ അവർ തമാശ പറഞ്ഞായിരിക്കും. അപ്പൊ എന്താണ് ഈ സ്വപ്ന പദ്ധതി എന്നുള്ളത്? അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് കുറെ സ്വപ്നങ്ങളുണ്ട്. അതില് പ്രധാനപ്പെട്ടത് നമ്മൾ സാധാരണഗതിയിൽ റോഡും തോടും ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യ യോഗത്തിലെടുത്ത തീരുമാനം, ഒരു മുഖ്യമന്ത്രിക്കുള്ളതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ദുരിതാശ്വാസ നിധി ഉണ്ട്. അത് ഫസ്റ്റ് അജണ്ടയായിട്ട് എടുത്തത് ഇവിടുത്തെ പൊതുജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോ ഒരു സ്വകാര്യ സ്ഥാപനത്തില് കുട്ടികളുമായി കോളേജുമായി സംസാരിച്ചു വരികയാണ്. അവിടെ നമ്മൾ പറഞ്ഞു, ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ കുട്ടികളൊക്കെ വലിയ കയ്യടിയാണ്. നമുക്ക് ആ കയ്യടിയുമ്പോൾ അറിയാം എത്രത്തോളം അവർക്ക് അത് ഉൾക്കൊണ്ടു എന്നുള്ളത്. അതുപോലെ ഈ ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി തുറക്കാണ്. അതിന്റെ നടപടിക്രമം നടന്നുകൊണ്ട് ബാങ്കുമായി ഒക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ നാട്ടിലുള്ള പാവപ്പെട്ട രോഗികളെ, അതായത് നമുക്കൊരു കൈത്താങ്, ആ കൈത്താങ് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെ കൂടെ ജനങ്ങൾ ഒരുമിച്ചെടുത്തൊരു കൈത്താങ്ങാകുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ സമ്പന്നർ, ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നിധി തുറക്കുകയാണ്. ആ നിധിയില് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എന്നല്ല, പഞ്ചായത്തിന്റെ നിധിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോ അത് നിങ്ങൾ ഒരു രൂപ തന്നാൽ അതിവിടെ രേഖയുണ്ടാവും. നമ്മൾ ആ ഒരു രൂപ മറ്റാൾക്ക് കൊടുക്കുന്നത് രേഖയുണ്ടാവും. അത് ആർക്കും പരിശോധിക്കാം. ഈ പഞ്ചായത്തിലല്ല, ഇവിടുത്തെ ഏത് ആളുകൾക്കും. ഈ പഞ്ചായത്തിൽ പുറത്തുള്ള ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങളിതൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുകയും അതിന്റെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഓട്ടോമാറ്റിക് അതിലേക്ക് പണം നിക്ഷേപിക്കും. കുറെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം 48ഓളം ഡയാലിസിസ് രോഗികളുണ്ട്. നമ്മൾ അവരെ കുറിച്ച് പഠിച്ചപ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരും ഏറ്റവും അവശത അനുഭവിക്കുന്ന ഒരു സമയമാണ് അവരത്. അവർക്കൊരു കൈത്താങ് നമ്മൾ ആദ്യം മാസാന്തത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സെക്രട്ടറി അത് പഠിച്ചപ്പോ മാസം കൊടുക്കാം. അതിന് നിയമപ്രകാരം ചട്ടക്കൂടുണ്ടല്ലോ. ഇത് പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ചാലും നമ്മൾ സ്വരൂപിച്ചാലും അതിന് നിയമം ഉണ്ടാവും. ആ നിയമം അനുശാസിച്ചുകൊണ്ട് ഇവിടുത്തെ ക്യാൻസർ രോഗികള് അതുപോലെ രോഗികൾക്ക് നമ്മൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് പരിശോധിച്ചിട്ട് കൊടുക്കലാണ്. അതൊരു തുടക്കം, അത് വിപുലപ്പെടുത്തലാണ് നമ്മുടെ ലക്ഷ്യം. കൂടാതെ ഒരു വയോജന പാർക്കിനെ കുറിച്ചൊക്കെ താങ്കളൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോ വയോജനങ്ങളിപ്പോ
അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാനും പകൽ വീടുകൂടെ വിശ്രമിക്കാനും ഒക്കെ. അപ്പം വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. ആ സ്വപ്നം എന്നതും വലിയ സ്വപ്നമായിട്ടാണ് പറഞ്ഞത്. അത് നടപ്പിലാവോ? വയോജന പാർക്കിൽ ഞങ്ങൾ ഏകദേശം ഈ വർഷം പദ്ധതി തുടക്കം കുറിക്കുകയാണ്. ഈ പ്രാവശ്യം പ്രൊജക്റ്റില് ഫണ്ട് വെച്ച് ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയാണ്. 2 വർഷത്തിന്റെ അകം അത് പൂർത്തിയാക്കും. അത് നാമമാത്രമായ ഒരു വയോജന പാർക്ക് ആവില്ല. പുറത്തുള്ള ജനങ്ങൾ വന്ന്, പുറത്തുള്ള ആളുകള് ഒരു വയോജന പാർക്ക് അങ്ങാടിപ്പുറം മോഡലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ആർക്കിടെക്റ്റിനുമായി സംസാരിച്ചിരുന്നു. നമ്മൾ സുഹൃത്ത് ബന്ധം പല ആളുകളും ലെൻസ് ബഡ് സംസാരിച്ചിട്ടുണ്ട്. ഒരു മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നല്ലൊരു വ്യത്യസ്തമായ പദ്ധതികൾക്കാണ് അങ്ങാടിപ്പുറം രൂപപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ, ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെയൊക്കെ കാണാൻ നിങ്ങൾ നിവേദനമൊക്കെ കൊടുത്തായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്? നമ്മൾ 6ഓളം മന്ത്രിമാരെ കണ്ടു, 5ഓളം മന്ത്രിമാരെ നേരിട്ട് കണ്ടു. അതിലൊരു മന്ത്രിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. അദ്ദേഹം നിയമസഭയിലായിരുന്നു. അവരൊക്കെ നിയമസഭയിൽ തിരക്കാണ്. പക്ഷെ എനിക്ക് മനസ്സിലാക്കിയത് നമ്മള് കെ ബി ഗണേഷ് കുമാറിനെ കണ്ടപ്പോൾ എനിക്കതൊരു പോസിറ്റീവായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാൻ അപ്പൊ തന്നെ ഒരാളെ ഏൽപ്പിച്ചു. അത് നമുക്ക് വലിയൊരു സന്തോഷമായി. കാരണം അത് ഇപ്പോ വീണ ജോർജിനെ കണ്ടു, അവരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവായിട്ട് തന്നെ നമ്മള് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിനെ കണ്ട്, അതുപോലെ തന്നെ നമ്മളെ കൃഷിമന്ത്രിനെ കണ്ടു. കൃഷിമന്ത്രി അപ്പൊ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പോണ വഴിയിൽ നിന്നാണ് കണ്ടത്, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ UDFന്റെ ഭരണസമിതി ആണെങ്കിലും അപ്പുറത്ത് LDF സർക്കാർ ആണെങ്കിലും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സർക്കാരിനെ സമീപിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതൊരു നല്ലൊരു മെസ്സേജാണ് നമ്മൾ കൊടുത്തത്. കാരണം നമ്മളെ സംബന്ധിച്ച് മന്ത്രിമാര്, നമ്മളെല്ലാരും മന്ത്രിമാരാണല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു മുഖ്യമന്ത്രിയാണ്, എല്ലാവർക്കും മന്ത്രിമാരാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവർക്കും ഒരാളെന്ന പോലെ അവരോട് നമ്മൾ ആവശ്യം ഉന്നയിച്ചു. ഞങ്ങൾ 6 വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വിഷയം നടന്നാൽ ഞങ്ങൾ പോയതിന് കാര്യമാകും. ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചത് KSRTC അന്നത്തെ ഒരു വിവാദ സമയത്താണ്. ഞങ്ങളിത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് പോയത്. അന്നത്തെ വിവാദ വിഷയത്തിന്റെ സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുകയും അദ്ദേഹം അത് പരിയാപുരത്തും മലമ്പൂരിലേക്ക് റൂട്ട് പഠിക്കാൻ അദ്ദേഹം ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നിരന്തരം അങ്ങനെ ഇടപെടാൻ തന്നെ തീരുമാനിച്ചത്. നിരന്തരം സർക്കാരിലേക്ക്, ഏത് സർക്കാരായാലും അവരെ അവിടെ കണ്ട് സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചത്. ഏതായാലും ഷബീർ കർമുക്കലിന്റെ നല്ലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ഭരിക്കുന്നത് LDF സർക്കാർ ആണെങ്കിലും UDF ആണ് അങ്ങാടിപ്പുറം ഭരിക്കുന്നതെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് നേടിയെടുക്കാൻ നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അത് ഇടതുപക്ഷം ഭരിക്കുന്നു, ഇവിടെ വലതുപക്ഷം ഭരിക്കുന്നു ഒന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കാൻ ഇടതുപക്ഷത്തെ ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തെ മന്ത്രിമാരെ പോയി കണ്ട് അവരോട് അഭ്യർത്ഥിക്കുക, അവർക്ക് നിവേദനം കൊടുക്കുക. കാരണം നാടിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ്. രാഷ്ട്രീയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അതിൽ വികസനത്തിന്റെയോ നാടിനു വേണ്ട കാര്യങ്ങളിലോ പാടില്ല എന്ന ആ തീരുമാനം, വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല എന്ന് മനസ്സ് തുറന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞൊരു വാക്കാണത്. നേടിയെടുക്കാൻ LDF സർക്കാരാണ് ഭരിക്കുന്നതെന്ന് കരുതേണ്ട കാര്യമില്ല. അതിന് ഏതറ്റം വരെയും എന്നും എവിടെയും പോയി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നത് നല്ലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.